ജീവിതത്തിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു പണി ഉണ്ടെങ്കിൽ അത് ഈ കുറ്റം പറച്ചില്ല. അതിന് സഭ തുടങ്ങേണ്ട ആവശ്യമില്ല, സംഘടന തുടങ്ങേണ്ട ആവശ്യമില്ല. ഈ ഫോണിനകത്തൊരു നല്ലൊരു സാധനമുണ്ട്, വാട്സാപ്പ്. അതിനകത്ത് മൂലയ്ക്ക് 3 കുത്തുണ്ട്. ആ 3 കുത്തിനകത്ത് കുത്തിയിട്ട് ഒരു ഗ്രൂപ്പ് അങ്ങ് തുടങ്ങിയാൽ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല കുറ്റം പറയാൻ, വലിയ സുഖമാ. പക്ഷെ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, അങ്ങെത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പകലിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞ ദൂത് ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുകയാണ്. അനാവശ്യമായതിലൊന്നും നീ കയറി പിറുപിറുക്കേണ്ട ആവശ്യമില്ല. നടത്താൻ ദൈവത്തിനറിയാമെങ്കിൽ ഈ ജനത്തെ കൃപയോടെ നടത്താൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യണം. 4.5 അടി പൊക്കത്തിൽ ഏതാണ്ട് 7800 ഏക്കർ വിരിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിൽ ദൈവം മന്ന വർഷിപ്പിച്ച് ഈ ജനത്തെ നടത്തിയെങ്കിൽ ഈ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ നടത്താൻ ദൈവത്തിനറിയാം. അവൻ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിന്നെ പരിപാലിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഇന്ന് പകൽ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ട്, ഈ മരുഭൂമിയിൽ നിന്റെ കൃപ നഷ്ടപ്പെടുത്തരുത്, ഈ മരുഭൂമിയിൽ നിന്റെ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്, ഈ മരുഭൂമിയിൽ നിന്റെ വിളി നഷ്ടപ്പെടുത്തരുത്. ദാവീദ് ഒരു നല്ല രാജാവായിരിക്കുമ്പോൾ തന്നെ നന്നായി പാട്ട് പാടുന്നവനായിരുന്നു. യെസക്കിയേൽ പ്രവചനം പറയുമ്പോൾ മ്യൂസിക് സങ്കീർത്തനങ്ങൾ ഉപയോഗിച്ചിരുന്നു, സംഗീതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പ്രവാചകന്മാർ ഏലിഷ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചു. എന്താ ഈ മ്യൂസിക്കിനകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. എല്ലാ പാട്ടുകളെയും ഒന്നും വിമർശിക്കേണ്ടെന്നേ. ദൈവപ്രമാണത്തിൽ ഇല്ലാത്തതിനെയൊക്കെ വിമർശിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ചിലരൊക്കെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ ഒക്കെ എഴുതി വെച്ചതിനെ നമ്മൾ എന്തിനായി ചാടിക്കേറി അതിന്റെ പുറത്തോട്ട് കയറും? നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു പാട്ട് പോലും എഴുതാൻ, അങ്ങനെ എഴുതിയ ഒരു പാട്ടാ. എന്തോ പറയാനാ, എന്തോ ചെയ്യാനാ. ഭാഷയ്ക്ക് ശൈലി നമുക്ക് പെന്തക്കോസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേലും അതിനകത്തെ വാചകം ശ്രദ്ധിക്കണം. കൃപയാ, സ്വത്രം പറഞ്ഞില്ല, കൃപയകത്തുള്ളവന് അവൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എങ്ങനെ വേണേലും ആരാധിക്കും. അത് ദാവീദ് ആരാധിച്ചപ്പോ മീകൾ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാഞ്ഞതിന്റെ ഒറ്റ കാര്യം, മീകൾ ജനിച്ചത് കൊട്ടാരത്തില, ഇവൻ ജനിച്ചത് കൊട്ടാരത്തിലല്ല, കാട്ടിൽ കടന്നിട്ട് നാട്ടിൽ രാജാവായിട്ട് എത്തുമ്പോൾ അവന്റെ പാട്ടിനകത്ത് വ്യാപരിക്കുന്ന കൃപയുണ്ട്.